മെയ് 4 മഹാവിധിയിലേക്ക് കേരളം ഉറ്റുനോക്കുമ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ച വാക്കുകൾ UDF ക്യാമ്പുകളിൽ വലിയ ആവേശമാണ് പകരുന്നത്. വോട്ടെണ്ണലിന് മുന്നോടിയായി പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് അനുകൂലമായ പശ്ചാത്തലത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് സാദിഖ് അലി തങ്ങൾ പങ്കുവയ്ക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വെറും സൂചനകൾ മാത്രമാണെങ്കിലും താഴെത്തട്ടിലുള്ള ജനവികാരം UDFന് അനുകൂലമാണ്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ജനകീയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് നാടിന്റെ പുരോഗതിക്ക് വലിയ കരുത്താകുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളെക്കുറിച്ചും ലീഗിന്റെ നിലപാടിനെക്കുറിച്ചും വളരെ പക്വതയാർന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. UDFന്റെ ഐക്യമാണ് പ്രധാനമെന്നും ഘടകകക്ഷികൾക്കിടയിൽ യാതൊരുവിധ തർക്കങ്ങൾക്കും സ്ഥാനമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ ജനാധിപത്യം വിജയിക്കണമെങ്കിൽ ജനഹിതം മാനിക്കപ്പെടണം. ആ ജനഹിതം UDFനോടൊപ്പമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സാദിഖ് അലി തങ്ങളുടെ വാക്കുകൾ വോട്ടെണ്ണലിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകർക്ക് വലിയൊരു ദിശാബോധമാണ് നൽകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് VD സതീശനാണ് കോൺഗ്രസിൽ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഇതിപ്പോ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ ഒരു 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഫലം തന്നെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം അന്ന് മുതലേ തന്നെ ഉണ്ട്. അതുപോലെ ത്രിപുര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് വ്യക്തമായി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫൈനൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആളുകൾ അങ്ങനെ തന്നെയാണ് വിധി എഴുതിയിട്ടുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ലീഗിന്റെ ശക്തി എന്താ മലപ്പുറത്തടക്കം ഒരു ക്ലീൻ സ്വീപ്പ് വരെ പ്രവചിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതുമാണ്. മലപ്പുറത്ത് 16 സീറ്റിലും UDF തന്നെ ജയിക്കും എന്നുള്ളത് ഞങ്ങൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ചില ഏജൻസികളൊക്കെ ഞങ്ങൾക്ക് ആ രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. ആകത്തുക പരിശോധിക്കുമ്പോൾ ഒരു 75 അല്ലെങ്കിൽ ഒരു 70 മുതൽ 75 ഇടയിലാണ് പറയപ്പെടുന്നത്. മാക്സിമം 80 വരെയാണ്. അതിലും മികച്ചൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണോ നിങ്ങൾ വിലയിരുത്തുന്നത്? മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. UDF തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ളൂ. കേവല ഭൂരിപക്ഷത്തിനൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതീക്ഷ എപ്പോഴും ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലേക്ക് എക്സിറ്റ് പോൾ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലും കൂടുതൽ വിജയം UDFന് അവകാശപ്പെട്ടതാണ്. അത് ഉണ്ടാവുമെന്ന് തന്നെയാണ് 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് VD സതീശനാണ് കോൺഗ്രസിൽ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിധി എഴുതുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. ഈ UDF ജനവികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് തങ്ങൾ മുമ്പ് പറഞ്ഞത്. അനന്തനെയാണോ? അതെപ്പോഴും UDF അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാവിയിൽ പിന്നെ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDFൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം തീർച്ചയായിട്ടും അതിപ്പോൾ ഞങ്ങൾ അതിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക.